അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ മൂന്നാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാലിസ്, മൂന്നാമത്തെ പാഠം. മൻ നാമ ഫൽ യതവല്ല. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നീ വുളു ചെയ്തോ? മസ്ജിദിൽ കയറിയ ഷാക്കിറിനോട് ഉപ്പ ചോദിച്ചു. ഞാൻ വീട്ടിൽ വെച്ച് വുളു ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നീ മൂത്രമൊഴിച്ചില്ലേ? മൂത്രമൊഴിച്ചാൽ വുളു നഷ്ടപ്പെടുമോ? അതെ, ഉപ്പ പറഞ്ഞു. ഷാക്കിർ വുളു ചെയ്ത് ജമാഅത്തായി നിസ്കരിച്ചു. ഏതൊക്കെയാണ് വുളു നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ? വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഷാക്കിർ ഉപ്പയോട് ചോദിച്ചു. ഉപ്പ പറഞ്ഞു, വുളു മുറിയുന്ന കാര്യങ്ങൾ 4 ഇനി നമ്മൾ വുളു മുറിയുന്ന ആ 4 കാര്യങ്ങളാണ് നോക്കുന്നത്. നോക്കൂ. 1. വിസർജന ദ്വാരങ്ങളിലൂടെ മനിയെ അല്ലാത്ത വല്ലതും പുറപ്പെടുക. 2. ഉറക്കം, ബോധക്ഷയം, ഭ്രാന്ത് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിയുടെ വിവേകം നഷ്ടപ്പെടുക. എന്നാൽ ഇരിപ്പിടം ഉറപ്പിച്ച് ഇരുന്നുള്ള ഉറക്കം കൊണ്ടും തൂങ്ങി ഉറക്കം കൊണ്ടും വുളു നഷ്ടപ്പെടുകയില്ല. 3. മുൻകൈയിന്റെ വെള്ളഭാഗം കൊണ്ട് മനുഷ്യന്റെ ഫർജ് തൊടുക. 4. അന്യസ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. മുടി, പല്ല്, നഖം തുടങ്ങിയവ തൊട്ടാൽ വുളു നഷ്ടപ്പെടുകയില്ല. ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലി അവർ വീട്ടിൽ കയറി. അപ്പം അതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ വുളു മുറിയുന്ന 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 4 കാര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാന ഭാഗത്ത് നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ലാ സ്വലാത്ത ലിമല്ല വുളു അലഹ്. അതിന്റെ അർത്ഥം വുളു ഇല്ലാത്തവന് നിസ്കാരമില്ല. അപ്പൊ ആ അർത്ഥമൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നുക്മിലുൽ ഫറാഹ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. അന്യദേശ് പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. അവിടെ പൂരിപ്പിക്കേണ്ടത് സ്ത്രീ. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. 2. മുൻകൈയിന്റെ ഡേഷ് കൊണ്ട് മനുഷ്യന്റെ ഫർജ് തൊടുക. അവിടെ പൂരിപ്പിക്കേണ്ടത് വെള്ളഭാഗം. മുൻകൈയിന്റെ വെള്ളഭാഗം കൊണ്ട് മനുഷ്യന്റെ ഫർജ് തൊടുക. 3. ഉറക്കം, ബോധക്ഷയം, ഭ്രാന്ത് തുടങ്ങിയ കാരണം കൊണ്ട് ബുദ്ധിയുടെ ഡേഷ് നഷ്ടപ്പെടുക. അവിടെ പൂരിപ്പിക്കേണ്ടത് വിവേകം. ഉറക്കം, ബോധക്ഷയം, ഭ്രാന്ത് തുടങ്ങിയ കാരണം കൊണ്ട് ബുദ്ധിയുടെ വിവേകം നഷ്ടപ്പെടുക. 4. മലമൂത്ര ദ്വാരങ്ങളിലൂടെ ഡേഷ് വല്ലതും പുറപ്പെടുക. അവിടെ പൂരിപ്പിക്കേണ്ടത് മനിയല്ലാത്ത. മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക. 5. വുളു മുറിയുന്ന കാര്യങ്ങൾ ഡേഷ് എണ്ണമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 4. വുളു മുറിയുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം മാതാ നദ്കൂർ. നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഏത്, അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. നോക്കൂ. 1. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് നമ്മളവിടെ എഴുതേണ്ടത്. നോക്കൂ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 2. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലാ റബ്ബിന തവക്കൽന. 3. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. 4. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നക്തുബ്, എഴുതാനുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അതുപോലെ എടുത്തിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന വരിയിൽ എഴുതണം. നോക്കൂ. 1. നഷ്ടപ്പെടുക. 2. മലം. 3. വിസർജനം. 4. നഖം. 5. ഇരിപ്പിടം. അതെല്ലാം അതുപോലെ എടുത്തിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള വരിയിൽ എഴുതുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം നജിദുൽ ഹുക്കും, വിധി കണ്ടെത്താനുള്ളതാണ്. നോക്കൂ. 1. അന്യപുരുഷൻ അന്യ സ്ത്രീയുടെ കാലിന്റെ നഖം തൊട്ടു.
വുളൂ മുറിയുമോ മുറിയില്ലേ, അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ നഖം തൊട്ട വുളൂ മുറിയില്ല. അപ്പൊ നമ്മളവിടെ എന്താ എഴുതുക? ഉത്തരം വുളൂ മുറിയില്ല. 2. അന്യപുരുഷൻ 2 വയസ്സായ പെൺകുട്ടിയുടെ കൈ പിടിച്ചു. അവിടെ വുളൂ മുറിയില്ല. 3. ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ചു. അവിടെ വുളൂ മുറിയും. 4. കൈയിന്റെ പുറം ഭാഗം കൊണ്ട് സ്വന്തം ഫർജ് സ്പർശിച്ചു. വുളൂ മുറിയില്ല. 5. മുൻദ്വാരത്തിലൂടെ ഒരു തുള്ളി രക്തം പുറത്തു വന്നു. വുളൂ മുറിയും. 6. പിൻദ്വാരത്തിലൂടെ വിര പുറത്തു വന്നു. അപ്പോഴും വുളൂ മുറിയും. 7. ഉമ്മ 2 വയസ്സായ കുട്ടിക്ക് ശൗചം ചെയ്തു കൊടുത്തു. അവിടെയും വിധി വുളൂ മുറിയും. ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിലെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.